ഓർക്കാതെ മെല്ലെ ചേർക്കും നേരത്തുങ്ങി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. ഞാനിന്ന് ചെറുതായിട്ടൊന്ന് കാഞ്ഞിരപ്പള്ളി വരെ പോകുന്നുണ്ട്. ഞാൻ ഒറ്റക്കല്ല പോകുന്നത്, ജോഡി മൂസിനായും ഷമീമായും ഉണ്ട്. ഞങ്ങൾ മൂന്നാളും കൂടി ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ച്. ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ പുറത്ത് പോകുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾ ഏറ്റവും മടി പിടിച്ചിട്ടുള്ള കാര്യം, ഏറ്റവും പണിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റെഡിയാകുക എന്നല്ലോ. അതാണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീച്ച് കുളിക്കുക പോലും ചെയ്തിട്ടില്ല മാറ്റുക. നമുക്ക് പിന്നെ പെർഫ്യൂം വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ, കുളീൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ഹോസ്റ്റലേഴ്സിനെ അറിയായിരിക്കും എപ്പോഴൊന്നും കുളിക്കാൻ നമ്മൾ ആരോഗ്യത്തിന് ഹാനികരമായ സംഭവം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടിക്കും, എന്താ നമ്മൾ ആരോഗ്യത്തിന് ഹാനികര ലൈക്ക് പകർച്ചവ്യാധികളൊക്കെ വരാൻ കൂടുതൽ ഇടയാക്കും ഡെയിലി കുളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡെയിലി കുളിക്കലൊന്നും ഇല്ല കേട്ടോ. ഡെയിലി കുളിക്കൽ പറഞ്ഞാൽ ഞാൻ ഒന്നരാടനൊക്കെ കുളിക്കും. പിന്നെ ബാക്കി ഇതുപോലെ മേക്കപ്പൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ വേറെ എന്ത് പറയാനാ. ഹോസ്റ്റലുള്ളത് ഒരു ഉൾഗ്രാമത്തിലായതിനെ കൊണ്ട് ഇവിടെ അങ്ങനെ അത്ര ബസ്സൊന്നും ഇല്ല കേട്ടോ കാഞ്ഞിരപ്പള്ളിക്ക്. ഇപ്പം ഇഞ്ച സമയത്തിന് ബസ്സൊന്നും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ഒരു ബസ് ഒറ്റ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതിനെ കൊണ്ട് ഇപ്പോൾ ഓട്ടോ വിളിച്ച് പോകണം. മൂസിനായും ചെമ്മായും പുരയെന്നാണല്ലേ വരുന്നത്. ഞാനാണെങ്കിൽ ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പോകണം. അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന എന്തോ ഒരു മടി, എന്താ അറിയില്ല, ഒറ്റയ്ക്ക് പോകാൻ ഒരു മടിയാണ്. നേരെ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ജൂനിയേഴ്സ് 3 ആൾക്കാർ ഹോസ്പിറ്റലിൽ അങ്ങാണ്ട് പോകുന്നുണ്ടായിരുന്നു. അന്നേരം ഓലോടിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഓരെന്തായാലും ഓട്ടോ വിളിച്ച് പോകുന്നുണ്ട്. അന്നേരം ഓലോടിക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ തീരുമാനിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ജൂനിയർ മാളവിക വന്നത്. മാളവിക പറഞ്ഞ് നമുക്ക് റീലെടുക്കാം. അന്നേരം ഞാൻ എന്തായാലും മുടിയൊക്കെ വെട്ടിയതാണല്ലോ, അന്നേരം മുടി വെട്ടിയതിൻ്റെ ഒരു ഷോ ഓഫ് റീലെടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ റെഡി ആകുമ്പോഴേക്ക് ഏറ്റവും വലിയ പണി എന്തെന്ന് പറഞ്ഞാൽ ഈ കണ്ണെഴുതലാണ് ഗൈസ്. കണ്ണെഴുതുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വാലിട്ട് കണ്ണെഴുതും, പക്ഷേ വാലിട്ട ഒരു വാല് ഏതോ രീതിക്കും മറ്റേ വാല് വേറെ ഏതോ രീതിക്കും വരും. എനിക്ക് ഇഷ്ടമല്ല കണ്ണെഴുതുന്നത്. പിന്നെ കണ്ണെഴുതിയാലും എന്താ പറയുക, ബാക്കി എല്ലായിടത്തിലും ആവും, കണ്ണുമ്മലും ആവും, ബാക്കി എല്ലായിടത്തിലും ആവും, മുഖത്തും ഇഞ്ച വീട്ടത്തൊക്കെ ആവും നിറച്ചും. റെഡിയായി റീലെടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് റീലെടുത്ത് കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് ഓട്ടോറിക്ഷ വന്ന്. ഓട്ടോറിക്ഷ കയറി ഞങ്ങളിപ്പോൾ ചേനപ്പാടി ഇറങ്ങണം. ചേനപ്പാടിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് ബസ്സുണ്ട്, അങ്ങനെ വരാനാണ് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ജൂനിയേഴ്സ് ഞങ്ങൾ ഇപ്പോൾ ചേനപ്പാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മത്സനഗുടി വഴി ഊട്ടിയിലേക്കുള്ള ഒരു യാത്ര വളരെ മനോഹരമായ യാത്രയാണ് ഗൈസ്. ഞങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി വരെയുള്ള യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടിക്കൊക്കെ പോകുന്നതിൻ്റോട്ടാണ്, ഒരു കാട് പോലെയൊക്കെയുള്ള സ്ഥലത്തൂടെയാണ് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലായും. ഒരു ഫുള്ള് സംഭവം ഡബ്ബറാണ് ഫുള്ള്. കോട്ടയാണല്ലോ, അപ്പോൾ ഡബ്ബറായിക്ക് ഫുള്ള്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി കാഞ്ഞിരപ്പള്ളി എത്തുമ്പോഴത്തേക്ക് ഓലും അവിടെ എത്തിക്ക്. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവരെ ജൂനിയേഴ്സും ജോഡിപ്പറുണ്ടായിരുന്നു. പിന്നെ ഓലവിടെ പോയി ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളെ ഇന്നത്തെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഫുഡ് അടിക്കാണ്. പക്ഷേ അതിൻ്റെ മുന്നേ കുറച്ച് പ്രിൻ്റ് എടുക്കാൻ കൊടുക്കാനുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസം ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം തുടങ്ങാൻ പറഞ്ഞു തരാമെന്ന് ഇയാൾ പഠിക്കാനുള്ള മെറ്റീരിയൽസ് തപ്പി തുടങ്ങി. ഒന്നുമില്ല കയ്യിൽ. അന്നേരമാണ് പ്രിൻ്റ് എടുക്കാൻ വിചാരിച്ചത്. പ്രിൻ്റ് എടുക്കാനുള്ളതും കൊടുത്ത് ഞാൻ നേരെ ഫുഡ് അടിക്കാൻ പോയി. അതാണല്ലോ മെയിൻ മോട്ടീവ്. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി ഐഷൂസിലാണ് പോയത്. ഇവിടെയാണ് ഞങ്ങളൊരു സ്ഥിരം സ്പോട്ടാണിത്. ഞങ്ങളെപ്പോഴും വരുത്തുന്നുണ്ട് ഇവിടെ. ഇവിടുത്തെ ഫുഡിനാണെങ്കിലും നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ആംബിയൻസും ആണ്. നല്ല അടിപൊളി സ്ഥലമായത്. ഫുഡ് അടിക്കാൻ കയറിയാൽ പിന്നെ ഞങ്ങൾക്ക് ആവേശമാണ് ഗൈസ്. ആവേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഓർഡർ ചെയ്യണം. ഞങ്ങൾ കപ്പാസിറ്റീനെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ ഓർഡർ ചെയ്യും. അപ്പം അതേപോലെ തന്നെ ഇന്നും ഞങ്ങൾക്ക് ആവേശം കയറി ഞങ്ങൾ ഓർഡർ ചെയ്തു. ഞങ്ങൾ കപ്പാസിറ്റീനെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ ഓരോ ഡിഷായിട്ട് വരാൻ തുടങ്ങി. പിന്നെ അവിടെ നടന്ന ഒരു യുദ്ധമായിരുന്നു ഗൈസ്. യുദ്ധം എന്ന് പറഞ്ഞാൽ തിന്നാൻ തുടങ്ങി പിന്നെ ഒന്നും ഓർമ്മയില്ല. കുറേ വയറ് നിറയുമ്പോൾ ഞങ്ങളെന്താക്കും, കുറച്ച് റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും കയറ്റും.
അങ്ങനെ എല്ലാം തീർക്കണ്ടേ. ഞാനെന്ത് വിചാരിച്ചു, സാധാരണ അയാൾ പാർസൽ എടുത്ത് കൊണ്ടുപോക്കാം ബാക്കി വരുന്നത്. ഇന്ന് ഇയാൾ ഫുള്ള് തീർത്തിട്ട് എണീക്കുമ്പോൾ തീരുമാനിച്ചു. അതുകൊണ്ട് കുറേ നേരം 1-2 മണിക്കൂർ അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് അയാൾ ഫുള്ള് തീർത്തിട്ട് പോകാമെന്നുള്ള ഒരു ഡെസിഷനിലെത്തി ഗൈസ്. നമ്മൾ കുറേ പൈസ കൊടുത്ത് ഒരു ഫുഡ് വാങ്ങിയിട്ട് അതിന് തീരെ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് വരാനില്ലേ, അതാ ഗൈസ് ഇത്. ഞങ്ങളൊരു പിസ്സ ഓർഡർ ചെയ്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിസ്സ. ഞാനൊരു പിസ്സ ഫാനാണ്, പക്ഷേങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു പിസ്സ തിന്നുന്നത്. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടിട്ടില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു, ഒരു കോംബോ ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ലോഡഡ് ഫ്രൈസ് ഈ പിസ്സൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് അത് ടോപ്പിങ്സ് പോലെ ആക്കിയിട്ട് തിന്നാൻ വിചാരിച്ചു. അങ്ങനെ തിന്നേരം പിന്നെ കുറച്ചുകൂടിയും ബെറ്റർ ആയിരുന്നു. അങ്ങനെ അയാൾ 2-3 സ്ലൈസസ് തിന്ന്. പാർസൽ എടുക്കൂല എന്ന് വിചാരിച്ച അയാൾ ആ പിസ്സ പാർസലാക്കി. അങ്ങനെ 1-2 മണിക്കൂറത്തെ യുദ്ധത്തിന് ശേഷം ഇയാൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ആ ഷോപ്പിലുള്ളവർ തന്നെ വിചാരിച്ച് കിട്ടാവും തേടുന്ന് ഇറങ്ങി വന്നതാന്ന്. അമ്മാതിരി കളിയും. പ്രണയത്തിൻ ബലമാ പനിനീർ മലരായി അവിടെ നിന്നിറങ്ങി ഇയാൾ നേരെ പോയത് ഡ്രസ്സ് എടുക്കാനാണ്. മൂസിനാൻ്റെ ഇത്തി ദുബായിലാണ്. നേരെ ഓൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പോയി. അവിടുന്ന് ഡ്രസ്സും എടുത്ത് കഴിഞ്ഞ് ബില്ലടിച്ചു തരാൻ മനസ്സിലായത് കയ്യിലുള്ള മൊത്തം പൈസയും തീർന്ന്. പിന്നെയല്ലേ മനസ്സിലാക്കിയത്, എന്താ നമ്മൾ പ്രിൻ്റ് എടുക്കാൻ കൊടുത്തിട്ടില്ലേ, അതിന് കൊടുക്കാൻ പൈസ ഇല്ലേന്. പിന്നെ എൻ്റെ ഫോണിലെ ചാർജ് തീർന്ന് ഓഫാനും അതിന്. പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്ന പോലെ പോയി മനസ്സിലാക്കി, ഞാൻ പൈസയും കൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ഇങ്ങ് പോന്നു. പിന്നെ എൻ്റെ ഫോണും അങ്ങ് ഓഫായിപ്പോയി. പിന്നെ ഞാൻ ഫോൺ ഓൺ ആക്കുന്നത് ഹോസ്റ്റലിൽ റൂമിലെത്തിയേരിയ. പിന്നെ ഞാൻ വിചാരിച്ച് വീഡിയോയും വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.